കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 5th സെമസ്റ്റർ BA എക്കണോമിക്സുകാരുടെ കോർ കോഴ്സ് ആയിട്ടുള്ള എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിലെ Module-4 ആയിട്ടുള്ള ദി സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ BA എക്കണോമിക്സുകാരുടെ 5th സെമസ്റ്ററിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചില്ലേ, അതായത് സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇൻ്റർമീഡിയറീസ് കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. The secondary market is like marketplace for previously issued securities. അതായത് മുൻപ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വേർ പീപ്പിൾ ബൈ ആൻഡ് സെൽ സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ് ദാറ്റ് വേർ ഒറിജിനലി ഇഷ്യൂഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. അതായത് പ്രൈമറി മാർക്കറ്റിൽ മുൻപ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഈ സെക്യൂരിറ്റീസ്, ബോണ്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ, സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മാർക്കറ്റിൽ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. In India, this secondary market operates through stock exchange where you can trade various securities. അപ്പോൾ ഇന്ത്യയിൽ ഇത് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നതിലൂടെയാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ വാങ്ങാനും വിൽക്കാനും വേണ്ടി സാധിക്കും. ഈ സെക്കൻഡറി മാർക്കറ്റ് ഈസ് വേർ ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഫ്രം അതർ ഇൻവെസ്റ്റേഴ്സ്, നോട്ട് ഡയറക്ട്ലി ഫ്രം ദ ഇഷ്യൂവിംഗ് കമ്പനീസ്. നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ പഠിച്ചു ഡയറക്റ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ് എന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യുന്ന ആ കമ്പനീസിൽ നിന്നല്ല, അതർ ഇൻവെസ്റ്റേഴ്സ് വഴിയാണ്. അതായത് മറ്റൊരാളാണ് അത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രൈമറി മാർക്കറ്റിൻ്റെയും സെക്കൻഡറി മാർക്കറ്റിൻ്റെയും ഒരു ഡിഫറൻസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ എക്സിസ്റ്റിംഗ് ഓർ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ്. അതായത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്നത്. പ്രൈമറി മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്, ന്യൂ സെക്യൂരിറ്റീസ് ആണ് അവിടെ കൊടുക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ ഇറ്റ്സ് ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ. ക്യാപിറ്റൽ ഫോർമേഷനെ ഇൻഡയറക്ട്ലി ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പ്രൈമറി മാർക്കറ്റിനെ സംബന്ധിച്ച് ഡയറക്ട്ലി പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഈ ബോണ്ട്സ്, സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറി മാർക്കറ്റ് അതെന്താണ്, ഡയറക്റ്റ് ആയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓൺലി ബൈ സെക്യൂരിറ്റീസ്, ദേ കനോട്ട് സെൽ ദം. ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു സെക്കൻഡറി മാർക്കറ്റിനെ സംബന്ധിച്ച് അവർക്ക് സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് കഴിയുള്ളൂ. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ കനോട്ട് സെൽ, അതായത് അവർക്ക് മറ്റൊന്നും സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രൈമറി മാർക്കറ്റിൽ ബോത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ടേക്ക് പ്ലേസ്. അതുപോലെ സെക്കൻഡറി മാർക്കറ്റിനെ സംബന്ധിച്ച് ദർ ഈസ് നോ ഫിക്സഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വെച്ച് നടക്കുന്നതല്ല. പ്രൈമറി മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിക്സഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് പ്രൈമറി മാർക്കറ്റിൽ സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ നടക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് നീഡ് നോട്ട് ടു ബി ലിസ്റ്റഡ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ സെക്യൂരിറ്റീസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൈമറി മാർക്കറ്റിൽ ഓൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസിനെ മാത്രമാണ് വിൽക്കാനും വാങ്ങാനും വേണ്ടി പ്രൈമറി മാർക്കറ്റിൽ കഴിയുള്ളൂ. അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എനാബിൾസ് ദ ബോറോവേഴ്സ് ടു റൈസ് ക്യാപിറ്റൽ. ഇവിടെ ബോറോവേഴ്സിനും ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈമറി മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എനാബിൾസ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് മണി ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് സെൽ ദ ഇൻ ക്യാഷ് ആസ് ദ നീഡ് മണി. അതായത് പ്രൈമറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെല് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും നമ്മളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനോ അല്ലെങ്കിൽ ഈ ഡിഫറൻസ് തന്നെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഇനി എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് നോക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാവുന്ന ഒന്നാണ്. 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്റ്റോക്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ്. സ്റ്റോക്കുകളും സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. It provides a platform for shareholders to sell their securities at their discretion. In a modern capitalist economy, large-scale production requires substantial capital.
Joint stock companies are an ideal way to raise significant capital from individuals with surplus fund who are willing to invest and take risk. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ സെല്ല് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. ഒരു മോഡേൺ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീനെ സംബന്ധിച്ച് ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് ആവശ്യമുള്ളത്. അതായത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള ക്യാപിറ്റലും വേണം. ഇപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ റൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇൻഡിവിജ്വൽസിൽ നിന്നും അതുപോലെ സർപ്ലസ് ഫണ്ട്സിൽ നിന്നും ഒക്കെ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയും അതുപോലെ റിസ്ക് എടുക്കുന്നതിലൂടെയൊക്കെയാണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റലൊക്കെ റൈസ് ചെയ്യുന്നതെന്ന് പറയാം. So these companies issues stocks and bonds allowing investors to put their savings to them. അപ്പോൾ ഈ കമ്പനീനെ സംബന്ധിച്ച് സ്റ്റോക്കുകളും ബോണ്ടുകളൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിന് ഇതെല്ലാം ഒരു രീതിയിൽ സേവിങ്സിലേക്ക് മാറ്റുകയും ചെയ്യാം. When an investor buys securities in a joint stock company, they cannot directly reclaim their investment from the company. So the only way to realize capital invested in the stocks and shares is by selling them to others. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഡയറക്റ്റ്ലി ഒരു റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി റീക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്സിലും ഷെയർസിലും ഉള്ളതൊക്കെ തന്നെ അവർക്ക് സെൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ദിസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റാണ് ഇവരുടെ ഈ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ തന്നെ സ്റ്റോക്കിൻ്റെ മേലിൽ നടത്തുന്നത്. മേക്കിംഗ് ദം എ ക്രൂഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആൻഡ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് മേ ബി ഇൻകോപ്പറേറ്റഡ് ഓൺ നോൺ കോപ്പറേറ്റഡ് ബോഡി. അതായത് ഇപ്പോൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഇതിനകത്തുണ്ടാവും. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ മാർക്കറ്റ് ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അതൊരു ഓപ്പൺ മാർക്കറ്റാണ് എന്ത് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഉള്ളത്. അതുപോലെ ഓൺലി ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഡീൽഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് വർക്ക്സ് അണ്ടർ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ മാത്രമാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കുറച്ച് എക്കണോമിക് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ലിക്വിഡിറ്റി, കണ്ടിന്യൂസ് മാർക്കറ്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ, ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ. അപ്പോൾ ലിക്വിഡിറ്റിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് പീപ്പിൾ ടു ഈസിലി കൺവേർട്ട് ദെയർ ഷെയർസ് ആൻഡ് സ്റ്റോക്സ് ടു ക്യാഷ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഫംഗ്ഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ഷെയർസിനെയും സ്റ്റോക്കിനെയൊക്കെ പെട്ടെന്ന് എന്തിലേക്ക് ക്യാഷിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദോസ് വിത്ത് എക്സ്ട്രാ ക്യാഷ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് വൈൽ ദോസ് നീഡിങ് ക്യാഷ് ക്യാൻ സെൽ ദെയർ സെക്യൂരിറ്റീസ്. അതായത് ഇപ്പോൾ കൂടുതൽ ക്യാഷ് ഉള്ളവർക്ക് എക്സ്ട്രാ ക്യാഷ് ഉള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമുള്ളവർക്ക് അത് സെല് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ കണ്ടിന്യൂസ് മാർക്കറ്റ് ആണ്. ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് ആൻഡ് ആക്സസിബിൾ മാർക്കറ്റ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. ഇത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മാർക്കറ്റാണിത്. ഇറ്റ് ഓൾവേസ് റെഡി ഫോർ ദോസ് ഹൂ വാണ്ട്സ് ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്സ്. അതായത് എനി ടൈം ഏത് രീതിയിലും ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആക്സസിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ത് സ്റ്റോക്സ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും. അടുത്തത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഗ്യാദർ സേവിങ്സ് ആൻഡ് സർപ്ലസ് ഫണ്ട്സ് ഫ്രം ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ട് ദീസ് റിസോഴ്സസ് ടു മോസ്റ്റ് പ്രോഫിറ്റബിൾ യൂസ്. അപ്പോൾ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സേവിങ്സ് ഉണ്ടാവും. ഓരോ ബിസിനസ് മാഗ്നറ്റിനെ സംബന്ധിച്ചും അവർക്ക് അവരുടേതായിട്ടുള്ള സേവിങ്സും സർപ്ലസ് ഫണ്ടും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ആ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഫേംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ അവർ ഈ റിസോഴ്സസിലേക്ക് അവരത് കൊണ്ടിടുമ്പോൾ അതൊരു മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ബൈ അക്യുറേറ്റ്ലി പബ്ലിഷിംഗ് ദ പ്രൈസ് ഓഫ് വേരിയസ് സെക്യൂരിറ്റീസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻകറേജ് പീപ്പിൾ ടു ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ദാറ്റ് ഓഫർ ഹയർ റിട്ടേൺസ്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേരിയസ് സെക്യൂരിറ്റീസ് ഒക്കെ പല പ്രൈസിലുള്ള സെക്യൂരിറ്റീസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ പീപ്പിൾസിന് അതിൽ എൻകറേജ് കൊടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് ഹയർ റിട്ടേൺസ് കിട്ടുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ഓഫ് എന്താണ് സേവിങ്സും ഇൻവെസ്റ്റിംഗ് ഒക്കെയാണ്. എന്നിട്ട് അതൊരു ക്യാപിറ്റൽ ഫോർമേഷനെ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ ഫോർമേഷനിലേക്കും അത് പോകുന്നുണ്ട്. ഇനി ഇവാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് പ്രൈസസ് ആൻഡ് made public through market quotations. These prices help investors to assess the value of their holdings. അതായത്
ഓരോ സെക്യൂരിറ്റീസിനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയർ ഹോൾഡിങ്ങിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹോൾഡിങ്ങിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക പ്രൈസിനെ കുറിച്ചിട്ടും വാല്യൂവിനെ കുറിച്ചിട്ടൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. ഇത് തന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലും ഫീച്ചേഴ്സിലും ഒക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത്. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് റെഫേഴ്സ് ടു ദ ഒഫീഷ്യൽ പെർമിഷൻ ഫോർ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടു ബി ട്രേഡഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ്സ് ലൈക്ക് ഗ്രാൻറ്റിംഗ് ദ സെക്യൂരിറ്റീസ് ദ റൈറ്റ് ടു ട്രേഡഡ് ഓൺ എ എക്സ്ചേഞ്ച്. അതായത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ പെർമിഷനാണ്. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ഷെയർസ്, ഡിബഞ്ചേഴ്സ് കാര്യങ്ങളെയൊക്കെ തന്നെ അവിടെ ട്രേഡ് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ട്രേഡ് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനും ഒക്കെ തന്നെ പറ്റുള്ളൂ. വിത്തൗട്ട് ലിസ്റ്റിംഗ് ദി സെക്യൂരിറ്റീസ് കനോട്ട് ബി ട്രേഡഡ് ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ലിസ്റ്റിംഗിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് കാര്യങ്ങളൊന്നും തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടില്ല. Listing of securities provides companies with a continuous market, improves the liquidity of their securities and enhance their reputation. ഇനി ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷോർസ് വൈഡ് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈസിങ് ഓഫ് ക്യാപിറ്റൽസ് ബിക്കം ഈസി. അതായത് ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഗീവ്സ് സം ടാക്സ് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി. അതായത് ഒരു രീതിയിൽ ടാക്സിൻ്റെ കാര്യത്തിൽ ചെറിയ അഡ്വാൻറ്റേജ് കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സേഫ്റ്റി ഓഫ് ഡീലിങ്സ്. അതായത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിൽ പെടുന്നത് കൊണ്ട് തന്നെ ഒരു സേഫ്റ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ ഓരോ ഡീലിങ്ങിലും. അതുപോലെ ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ടൈംസ് ഓഫ് നീഡഡ്. ദിസ് മീൻസ് ദാറ്റ് ലിസ്റ്റിംഗ് എൻഹാൻസ് ദ ലിക്വിഡിറ്റി ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഗീവ് സം ടാക്സ് അഡ്വാൻറ്റേജസ് ടു ദ സെക്യൂരിറ്റി ഹോൾഡർ. അതുപോലെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് കമാൻഡ് ഹയർ കൊലാട്രൽ വാല്യൂ ഫോർ ദ പർപ്പസ് ഓഫ് ദ ബാങ്ക് ലോൺസ്. ഇതിപ്പോൾ ബാങ്ക് ലോൺസിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സെക്യൂരിറ്റീസ് ഒക്കെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ മേളിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ആയിട്ടുള്ള ഒരു കൊലാട്രൽ വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഡയറക്റ്റ് ചെക്ക് എഗെയിൻസ്റ്റ് മാനിപ്പുലേഷൻ ബൈ ദ മാനേജ്മെന്റ്. അപ്പോൾ ഇതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ എന്നുള്ള രീതിയിൽ ഇതൊന്ന് പഠിച്ചു വയ്ക്കാം. ഈ ലിസ്റ്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ക്യാൻ ലീഡ് ടു സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് വിച്ച് ക്യാൻ റിസൾട്ട് എ വൈഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് നെഗറ്റീവ്ലി ഇമ്പാക്ട് കമ്പനീസ് റെപ്യൂട്ടേഷൻ. ചില സമയത്ത് ഒരു സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് എന്നുള്ള രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലിസ്റ്റിംഗ് റിക്വയർസ് കമ്പനീസ് ടു ഡിസ്ക്ലോസ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സച്ച് ആസ് ഡിവിഡൻസ് ആൻഡ് ബോൺസ് വിച്ച് മേ ബി ഡിസഡ്വാൻറ്റേജസ് ടു കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇപ്പോൾ ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ ആ ഒരു കമ്പനിയിലെ ഒരുപാട് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനിലൊക്കെ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് അവരുടെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നു. അതായത് ഡിവിഡൻസ്, ബോൺസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് കോമ്പറ്റീഷൻ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും. അഡീഷണലി ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് സെക്യൂരിറ്റീസ് വിത്ത് പബ്ലിക് ക്യാൻ ബി കോസ്റ്റ്ലി ഫോർ ദ കമ്പനി. 2-3 ടേംസ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതായത് സ്പെക്കുലേഷൻ എന്താണ്? അതായത് സ്പെക്കുലേഷൻ ഹാപ്പൻസ് ഇൻ ദ ഫോർവേഡ് മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് മേക്കിംഗ് എ പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ച് ഇൻ ദെയർ പ്രൈസ് ഓർ എക്സ്ചേഞ്ച് റേറ്റ്സ്. അതായത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഒരു ഫോർവേഡ് മാർക്കറ്റിലാണ്. അതായത് ഇപ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രൈസൊക്കെ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റേഴ്സ് ടേക്ക് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് വിത്ത് ഹോപ്പ് ഓഫ് ഏർണിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ദോസ് എൻഗേജ്ഡ് ഇൻ സ്പെക്കുലേഷൻസ് ആർ നോൺ ആസ് സ്പെക്കുലേറ്റേഴ്സ്. അത് ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ആ റിസ്ക് എടുത്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സ്പെക്കുലേഷനിലേക്ക് വരുന്നവരെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഫിറ്റ് നല്ലോണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വരുന്ന, പക്ഷേ ഈ സ്പെക്കുലേഷൻ കാര്യങ്ങളിലൊക്കെ തന്നെ റിസ്ക് എടുക്കുന്നവരെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിയർ സക്സസ് ഓർ ഫെയിലിയർ ഡിപ്പെൻഡ്സ് ഓൺ ദിയർ എബിലിറ്റി ടു അക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. അപ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ്സിൽ ഉണ്ടാവുന്നതൊക്കെ അവർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ ആ എബിലിറ്റി ആയിരിക്കും അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയറുമായി തീരാം. അപ്പോൾ സ്പെക്കുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
ഇനി എന്താണ് ഫിസിക്കൽ ഷെയർ എന്നുള്ളതാണ്. ഫിസിക്കൽ ഷെയർസ് ആർ ഇക്വിറ്റി സെക്യൂരിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ എ ഫിസിക്കൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ആണ് ഫിസിക്കൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഈ ഇക്വിറ്റി സെക്യൂരിറ്റീസ് പറയുന്നത്. അതിനെയാണ് ഫിസിക്കൽ ഷെയർസ് എന്ന് പറയുന്നത്. ദീസ് സർട്ടിഫിക്കറ്റ്സ് ആർ ഓൺഡ് ബൈ ഹൂ എവർ ഹോൾഡ്സ് ദം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇക്വിറ്റി സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്കാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ദ ഇഷ്യൂയിങ് കമ്പനി ഡസ് നോട്ട് കീപ്പ് എ റെക്കോർഡ് ഓഫ് സ്റ്റോക്ക് ഓണേഴ്സ് ഓർ മോണിറ്റർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ. അതായത് ഈ ഒരു കമ്പനി ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയൊന്നും ഇത് കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടാവില്ല. ഈ സ്റ്റോക്സിൻ്റെ ഓണർ അല്ലെങ്കിൽ മോണിറ്ററാണ് ഈ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഡിമാറ്റ് ഷെയർസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഡിമാറ്റ് ഷെയർ എന്ന് പറയുന്നത് ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർ ആണ്. അതായത് ഷെയർസിനെ ഒക്കെ തന്നെ ഒരു ഫിസിക്കൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്നും ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന അതിനെയാണ് ഡിമാറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നൗ എ ഡേയ്സ് വെൻ യു ബൈ ഓർ സെൽ ഷെയർസ് ബ്രോക്കേഴ്സ് യൂഷ്വലി പ്രിഫർ ടു ഡീൽ വിത്ത് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർസ്. അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർസ് കാര്യങ്ങൾ തന്നെ ബൈ ചെയ്യുന്നതും അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതൊക്കെ തന്നെ ബ്രോക്കേഴ്സ് ഇപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഡിമാറ്റ് ഷെയർസ് ആണ്. അതുപോലെ ടു ഡീമെറ്റീരിയലൈസ് യുവർ ഷെയർസ് യു നീഡ് ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. എന്താണ് ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കണം. യു വിൽ ഹാവ് ടു സറണ്ടർ യുവർ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ടു ദ കമ്പനി ദാറ്റ് ഒറിജിനലി ഇഷ്യൂഡ് ദം അലോങ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് യുവർ എഗ്രിമെൻറ്റ് വിത്ത് യുവർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അപ്പം നമുക്കുണ്ടായിരുന്ന ഫിസിക്കൽ ഷെയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫിസിക്കൽ ഷെയർ എന്ന്. അപ്പോൾ ആ ഫിസിക്കൽ ഷെയർ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സറണ്ടർ ചെയ്തുകൊണ്ട് എന്നിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡിമാറ്റ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ റിസീവിംഗ് ദിസ് ഇൻഫർമേഷൻ ദ കമ്പനി വിൽ ക്യാൻസൽ യുവർ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് രജിസ്റ്റർ യുവർ ഷെയർ ഹോൾഡിംഗ് ഇൻ ദ നെയിം ഓഫ് യുവർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ആസ് ദ രജിസ്റ്റേർഡ് ഓണേഴ്സ് ഓഫ് ദ ഷെയർസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഫിസിക്കൽ ഷെയറിൻ്റെ കാര്യത്തിൽ എന്തുണ്ടാവുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അവരെ നമ്മുടെ ഈ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് ഓണേഴ്സിൻ്റെ രീതിയിലാണത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഡിമാറ്റ് ഷെയർ എന്ന് പറയുന്നത്. ജസ്റ്റ് 1-2 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമ്മൾ പഠിക്കണം. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ആൻഡ് ഏഷ്യ. ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള ഒരു ഓൾഡസ്റ്റും ലീഡിങ്ങും ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1887 ഇത് ആദ്യത്തെ പേരെന്ന് പറയുന്നത് നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നായിരുന്നു. അതിൻ്റെ അസോസിയേഷൻ ആയിട്ടെന്ന രീതിയിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്. BSE ഈസ് ഹൈലി ആക്റ്റീവ് ആൻഡ് ബോസ്റ്റ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഏറ്റവും ഹൈലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇന്ത്യയിലുള്ളതെന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ അറൌണ്ട് 70-80% ഓഫ് ഓൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കേഴ്സ് ഇൻ BSE. അതായത് 70-80% ഉള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിലാണ്. ആസ് ഓഫ് March 2006 BSE ഹാഡ് 3049 ലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ 2006 ആവുന്ന സമയത്ത് 3049 ലിസ്റ്റഡ് കമ്പനീസ് BSEയുടെ അണ്ടറിലുണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ഇൻ ടു എ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അലൗസ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു സെറ്റ് അപ്പ് കമ്പ്യൂട്ടർ ടെർമിനൽ ബിയോണ്ട് ദ സിറ്റി ഓഫ് മുംബൈ. BSE എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമാണ്. അതായത് പെർമനന്റ് റെക്കഗ്നിഷൻ ഫ്രം ദ ഗവൺമെൻറ്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന പെർമനന്റ് റെക്കഗ്നീഷൻ കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണ്. അതുപോലെ എന്താണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും കൂടി പഠിക്കണം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1992 വന്നിട്ട് അത് കമൻസ് ചെയ്യുന്നത് 1994 അതുപോലെ ഇതിൻ്റെ ട്രേഡിംഗ് ആയിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻ്റ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നത്. ഇറ്റ് എക്സ്പാൻഡഡ് ഇറ്റ്സ് ഓഫറിംഗ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ് ഫോർ ഇക്വിറ്റീസ് ഇൻ November 1994. In June 2000 NSE ventured into the futures and option segment of various derivative instruments. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. NSE എന്ന് പറയുന്നത് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റമാണ്. അത് മറക്കരുത്. മേക്കിംഗ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഡ്രിവൺ എക്സ്ചേഞ്ചസ്. അതായത് മോസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്നുള്ളത് NSEക്കാണ്. ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ്
was a collaborative effort involving banks, insurance companies, financial institutions and other financial intermediaries. അതായത് ഇതൊരു കൊളാബറേഷൻ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്തു പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ദ ബോർഡ് ഓഫ് മെമ്പേഴ്സ് NSE comprises seniors executives from these promoters institutions and professionals who are not directly or indirectly involved in the trading on exchange. അപ്പോൾ NSEയിൽ പറയുന്നത് സീനിയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇതിലേക്ക് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്നില്ല ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് എന്ന് പറയുന്നതാണ്. സോ ഇതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ NSEയുടെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് ടു എൻഷുർ ഈക്വൽ ആക്സസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പല ലോകത്ത് നിന്ന്, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ ആക്സസ് കൊടുക്കുക ഇൻവെസ്റ്റേഴ്സിന്. അതുപോലെ ടു പ്രൊവൈഡ് ഫെയർ, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഫെയർ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും, അതായത് സുതാര്യമായിട്ടും ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് കൊടുക്കുക എന്നുള്ളത് NSEയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റിയാണ്. എല്ലാ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിനും നാഷണൽ വൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ എനാബിൾ ബുക്ക് എൻട്രി സെറ്റിൽമെൻറ്റ് ആൻഡ് ഷോർട്ട് സെറ്റിൽമെൻറ്റ് സൈക്കിൾസ് ടു മീറ്റ് ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് NSEയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോർ കോഴ്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൺസെപ്റ്റ് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. മാക്സിമം കമൻറ്റിനൊക്കെ തന്നെ റിപ്ലൈ തരാനും നോക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫുൾ മൊഡ്യൂൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വരാൻ പോകുന്ന 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇതിൽ തന്നിരിക്കുന്ന പോയിന്റ്സിന് കൂടാതെ തന്നെ നിങ്ങൾ ടെക്സ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം.